നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന തുലാക്കൂറിലുമാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. പറഞ്ഞ പോലെ 7ാം ഭാവത്തിൽ ശനി സൂര്യനോട് യോഗം ചെയ്തിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. വ്യാഴപ്പഴമുള്ള സമയമാണ്. അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാൻ ഈ സമയത്ത് കഴിയില്ല. എന്നാൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗം കാണുന്നുണ്ടെങ്കിലും പ്രബലമായിരിക്കുന്ന ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. 12-ലെ കേതു കാൽപാദത്തിന് വേദന, അതേപോലെ 6ാം ഭാവത്തിൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗത്തെ ചെയ്തുകൊണ്ട് രാഹു, ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, ചെലവ് ജാസ്തി വരിക, നല്ല പ്രതീക്ഷ ഉണ്ടായിട്ട് പെട്ടെന്ന് നിരാശ ഉണ്ടാക്കുന്ന രീതി കണ്ടകശനിയുടെ ദോഷം കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും മാളവ്യയോഗത്തിൻ്റെ ഗുണമുള്ളത് കാരണം കൊണ്ട് നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാൻ യോഗമുള്ള സമയമാണ്. എന്നാൽ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലാവസ്ഥ പറയാനും സാധിക്കുന്ന ഒരു സമയമായിട്ടല്ല കാണുന്നത്. 6ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണമുണ്ട് കളവ് ചെയ്തു, കളവ് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള പേര് കേൾക്കാനുള്ള സാധ്യതയുള്ള സമയം കൂടി ആയതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. വ്യാഴപ്പഴവിന് പരിഹാരം ചെയ്യണം. ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട്, അതുപോലെ തന്നെ നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശത്രുദോഷ പരിഹാരമായിക്കൊണ്ട് ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ കാഴ്ച ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയത്താണ് ഇഷ്ടസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക, വാഹനം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വീട് മോടി പിടിപ്പിക്കാനും വീട് നിർമ്മിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ 5ാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും ബുധനോട് യോഗം ചെയ്തു. അപ്പോൾ ഭാഗ്യാധിപതി 5ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പൂർവ്വപുണ്യ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ 5ൽ നിൽക്കുന്ന ചൊവ്വയും രാഹുവും മാനസികമായിട്ട് കണ്ടമാനം ടെൻഷനും പിരിമുറുക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ശത്രു സ്ഥാനത്ത് പോയിട്ടാണ് 5ാം ഭാവാധിപതി നിൽക്കുന്നത്. അപ്പോൾ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗം. ബാധകാധിപതി 5ാം ഭാവത്തിൽ പോയിട്ട് നിൽക്കുകയും അതിനുശേഷം 15ാം തീയതിക്ക് ശേഷം 6ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ശത്രുദോഷ പരിഹാരം നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കർമ്മസംബന്ധമായിട്ടുള്ള ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ യോഗമുള്ള സമയം കൂടിയാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അത്ര ഒരു ഗുണം പറഞ്ഞുകൊണ്ട് 5ാം ഭാവാധിപതി ബുധൻ 5ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ചൊവ്വയും രാഹുവും കൂടി ഉള്ളത് കാരണം കൊണ്ട് ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പഠനത്തിലേക്ക് ശ്രദ്ധ കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, അത് അഭിഷേകം, നാഗപൂജ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതും ഗണപതി ഹോമം ചെയ്യുന്നതും മേൽപ്പുറപ്പെട്ട ദോഷത്തിന് പരിഹാരമാണ്. അതുപോലെ തന്നെ ശത്രുദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.